ഗുഡ് മോർണിംഗ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ലേഡീസിനോടാണ് കേട്ടോ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോഴേ നിങ്ങളുടെ ഇഷ്ടത്തിനാണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്? എന്താ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും പറയും, ഓ എൻ്റെ ഇഷ്ടം എന്താണ് എന്ന് ഓർത്തെടുക്കേണ്ടി വരുമല്ലേ. നമ്മുടെ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് പോലും നമ്മളിപ്പോൾ മറന്നുപോയി. കല്യാണത്തിന് മുമ്പായിരുന്നെങ്കിൽ എനിക്ക് അത് തന്നെ വേണം, ഞാൻ ഫുഡ് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയോടും അച്ഛനോടും വാശി പിടിച്ച് ഫുഡൊക്കെ കഴിക്കാതെ സ്കൂളിലൊക്കെ പോയിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പലരും. ബട്ട് ഇപ്പോഴോ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഇഷ്ടം നോക്കിയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, കുട്ടികളുടെ ഇഷ്ടം നോക്കിയാണ് ഉണ്ടാക്കുന്നത്, ഹസ്ബൻഡിൻ്റെ ഇഷ്ടം നോക്കിയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല. കഴിക്കുന്ന ഫുഡിൽ പോലും നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെ മറന്ന് കളയണോ? നമുക്കും ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ ഇഷ്ടങ്ങൾ നമ്മൾ കഴിവതും നമ്മൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ നടക്കും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചായിരിക്കും. പക്ഷേ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ അങ്ങനെ മറച്ചു കളയേണ്ടതല്ല. നമ്മൾ എപ്പോഴും അത് കൂടെ കൊണ്ടു നടക്കേണ്ടതാണ്. കൂടെ കൊണ്ടു നടന്നിട്ടും കാര്യമില്ല, അത് നമ്മുടെ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമുക്കവിടെ നമ്മുടെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വരുന്നത്.